നമ്മൾ ചുരിദാർ തയ്ക്കാനായിട്ട് തുണി രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സെറ്റ് ചുരിദാർ വാങ്ങിച്ചിട്ട് അതിൻ്റെ പാൻറ്റാണ് കേട്ടോ അത്. അപ്പോൾ അതിലുണ്ടായ ഒരു പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പീസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാൻറ്റിനുള്ള വെട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ വെട്ടുമ്പോൾ ഈ മടക്കിയിട്ട ഈ ഒരു ഭാഗം വെട്ടരുത് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ വെട്ടരുത്. നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി ഇതിൽ നിന്ന് നമുക്ക് ഇത് വലിയൊരു പീസ് തുണിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പാൻറ്റിന്. അത് നമുക്ക് ഇതിൽ നിന്ന് എത്ര തുണി ലാഭിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും തയ്ക്കാനായിട്ടൊരു തുണി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മൾ ഇങ്ങനെ വെട്ട് ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ എടുക്കാം കേട്ടോ. അവിടെ നിന്നോട്ട് എടുക്കാം കേട്ടോ നമുക്ക് വെട്ടാനുള്ളത്. നമ്മൾ ഈ വെട്ടുവശം വരുന്ന ഭാഗം 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ പാൻറ്റ് അളവിനുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും പീസ് നമുക്ക് ഇതിലേക്ക് വേണ്ട കേട്ടോ. ഇത് പാൻറ്റിന് ആവശ്യമില്ല, ഇത് എക്സ്ട്രാ പീസാണ്. നമുക്കിത് വേറെ എന്തെങ്കിലും തയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ചുരിദാറിന് മുകളിലത്തെ ടോപ്പിനെ ലൈനിങ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേറെ ടോപ്പ് തയ്ക്കാനുള്ള തുണി വരെ ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു അടിയിൽ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വേണ്ട, ഇത് ലേസ് വരും ഇവിടെ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പം 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. വെട്ട് ഭാഗമാണ് നമ്മൾ മടക്കിയിട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ മടക്ക് വശം വരുന്ന ഭാഗം ഇങ്ങനെ ബാക്കി നമുക്ക് എക്സ്ട്രാ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ സൂക്ഷിക്കാം, ഇങ്ങനെ ഈ മടക്ക് വശം നമ്മൾ വെട്ടിയെടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മടക്ക് വശം വരുന്ന ഭാഗം നമ്മളിങ്ങനെ മടക്കിയിട്ട് ഈ വെട്ടുവശം വരുന്ന ഭാഗം 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ അളവ് പാൻറ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് തിരുവശമൊക്കെ ഇട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഈ പാൻറ്റ് ഇപ്പോൾ വരുന്നത് ഞെറിയൊന്നും ഇല്ലാതെ വരുന്നൊരു പാൻറ്റാണ് കേട്ടോ. കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന ടൈപ്പിലുള്ളൊരു പാൻറ്റാണ്. അപ്പോൾ വളരെ കുറച്ച് തുണി നമുക്ക് ഇതിരിക്കാൻ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷേ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പാൻറ്റാണ് കേട്ടോ അത്. നമുക്കത് വെട്ടിയെടുക്കാം. നമ്മൾ പാൻറ്റിൻ്റെ ഭാഗം വെട്ടിയെടുത്തു കേട്ടോ. നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ഇത്രയും വേറെ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വേറെ നമുക്ക് എന്ത് ആവശ്യം എന്ന് വെച്ചാൽ വേറെ നേരം തയ്ക്കാനുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. ഇത്രയും ഭാഗം നമുക്ക് ഈ ഒരു പാൻറ്റിന് വേണ്ടി ആവശ്യമുള്ളൂ. ഇത്രയും നമ്മൾ കുറച്ച് വിട്ടേക്കുന്നത് ഇവിടെ ഈ ഒരു ലേസ് വരും കേട്ടോ. ഈ ഒരു ലേസ് നമ്മൾ വെക്കുന്നുണ്ട്, അത് നമ്മൾ കടയിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിച്ച് വെക്കുന്നത് കേട്ടോ ഈ ഒരു ലേസ്. പിന്നെ അരപ്പട്ടയ്ക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് എടുക്കരുത്. ഇവിടെ തന്നെ ഈ ഇത്രയും ഭാഗം ബാക്കിയുണ്ടല്ലോ, അതിൽ നിന്ന് അരപ്പട്ടയ്ക്ക് വരുന്ന ഒരു ചെറിയൊരു 2 ഇഞ്ച് കനത്തിലേ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തൊടണ്ട, നമുക്ക് വേറെ ലൈനിങ്ങോ അല്ലെങ്കിൽ വേറെ ടോപ്പിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ അരപ്പട്ട 2 ഇഞ്ചിന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അരന്തരം വേണം നോക്കിയിട്ട് അളന്നിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ പാൻറ്റിൻ്റെ തുണി വെട്ടുമ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് പാൻറ്റുകളുടെ തുണിയായാലും റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഇറക്കം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് പാൻറ്റുകളാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഷോർട്ട് പാൻറ്റിന് ഇത്രയും ഇറക്കം വേണ്ട, അപ്പോൾ ഇറക്കം മാത്രം കുറയ്ക്കുക, ബാക്കി സൈസൊക്കെ നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അളവ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ പാൻറ്റിനായാലും നമുക്ക് ഇങ്ങനത്തെ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ അടിയിൽ ഇങ്ങനത്തെ ലേസ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പാൻറ്റുകളുടെ അടിയിൽ ലേസ് മുത്തുകളൊക്കെ ബീഡ്സൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ലേസ് വാങ്ങിച്ചിട്ട് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ പാൻറ്റിനായാലും നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ലേസുകൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാൻറ്റിന് ഞാനിപ്പോൾ ഈ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേ കളർ ലേസ് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കും കേട്ടോ ഈ അടിയിൽ. ഇത് സാധാ പാൻറ്റ് തയ്ക്കണ പോലെ തന്നെ ഇത് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു കട്ടിങ് കേട്ടോ. നമുക്ക് വേറെ എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ കട്ടിങ് ഇല്ലാതെ നമ്മൾ ഈ പാൻറ്റ് തയ്ക്കണം അതേപോലെ തന്നെയാണ് കേട്ടോ. ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിങ്ങനെ അടിച്ചു കൊടുത്ത് പോയിട്ട് ഒരു ചെറിയൊരു പട്ട നമുക്ക് ഇലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ ഒരു വള്ളി വെക്കാനുള്ള ഒരു ചെറിയൊരു 2 ഇഞ്ചിൻ്റെ ഒരു പട്ടയും കൂടെ വെട്ടി വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ ആ പട്ടയൊക്കെ വെട്ടിയിട്ട് നമ്മൾ ഇത്രയും പോകുന്നൊരു പട്ട നമുക്ക് അരവണ്ണം എത്രയാണ് നോക്കിയിട്ട് ഒരു പട്ട വെട്ടിയെടുത്തിട്ട് നമുക്ക് അതുമൂന്ന് തയ്ച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പാൻറ്റ് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുമ്മേ ലേസ് എങ്ങനെ വെക്കുന്നതും ആ ലേസിന് എത്രയാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. കാണിച്ചു തരാം. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തയ്ച്ചു വരാം കേട്ടോ. നമ്മളിങ്ങനെ വെട്ടി ഇവിടെ ഒരു
കർവ് പോലെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഭാഗം ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമ്മുടെ അരഭാഗത്തേക്കുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇവിടം വരെ നമുക്ക് തയ്ക്കാം കേട്ടോ. ഒരു 2 പ്രാവശ്യം നമുക്ക് ഇങ്ങനെ 2 അടിപ്പ് ഇങ്ങനെ അടിച്ചു വിടാം. ഇവിടം വരെ അടിച്ചു വിടാം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ കാലും കൂടെ അടിച്ചിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ കാലിൻ്റെ ഈ അടിഭാഗം തൊട്ട് നമുക്കിങ്ങനെ അടിച്ചു വരാം. ഒരു കാലിൻ്റെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാലിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ വന്ന് അടിച്ച് ഇവിടം വരെ 2 പ്രാവശ്യം ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നീടാണ് അടിക്കുക. അടുത്ത കാലിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത കാലെടുത്തിട്ട് കാലിൻ്റെ ഭാഗത്തുനിന്ന് അടിച്ചു വരാം. നമ്മൾ ഈ 2 പാൻറ്റിൻ്റെയും ഈ കാല് ഇത്രത്തോളം അടിച്ചെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം ഈ കോർണർ വരെ നമ്മളിങ്ങനെ അടിച്ചെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഒരുമിച്ച് പിടിക്കുക ഈ ഒരു ഭാഗം. എന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഭാഗവും ഇതിൻ്റെ ഈ ആദ്യത്തെ ഭാഗം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഈ അരപ്പട്ട കറക്റ്റായിട്ട് നമ്മൾ ഒരു പാൻറ്റിൻ്റെ അരപ്പട്ട എത്ര വേണമെന്നുള്ളത് ആദ്യം അളന്നിട്ട് നമ്മളത് വെട്ടിയെടുക്കാം കേട്ടോ. ഒരു 3 ഇഞ്ച് വീതിയാണ് കേട്ടോ ഞാൻ വെട്ടിയേക്കണത്. 3 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കണം. നമുക്ക് ഒരു ഇലാസ്റ്റിക് ഇടണമെങ്കിലും വള്ളി ഇടണമെങ്കിലും ഉള്ളൊരു വീതിയെ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പാൻറ്റ് ഔട്ട് ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. പാൻറ്റുമ്പോൾ നമ്മൾ ഈ പട്ടയും കൂടെ പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ വള്ളിയിട്ട് കൊടുക്കുക ചെയ്യണമല്ലോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൊരു പണി. ഇനി നമുക്ക് അവിടെ ലേസ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഇതൊന്നും ഒരു പണിയില്ല കേട്ടോ. ഈ പാൻറ്റിൽ നമ്മൾ ലേസ് വെക്കാനായിട്ട് നമ്മൾ ലേസ് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇങ്ങനത്തെ ലേസാണ് വാങ്ങിച്ചിട്ടുണ്ടോ. നമ്മൾ ഈ കളർ തന്നെ പോയി നോക്കിയിട്ട് പക്ഷേ ഇങ്ങനത്തെ ലേസ് ഈ കളർ കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു ഗ്രേ ഇതൊരു ലൈറ്റ് ഗ്രേ ഇതൊരു ഡാർക്ക് ഗ്രേ ആയെന്ന് മാത്രം. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതിന് ഞാൻ ഉദ്ദേശിച്ച് പോയത് ഈ ഒരു കളറാണ്. പക്ഷേ ഈ കളർ കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് നമ്മളിതുമ്പോൾ പിടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ലേസിനൊരു 50 രൂപയാണ് വരുന്നത് ഒരു മീറ്ററിന്. നമുക്ക് 1 മീറ്റർ വേണ്ട, ഒരു 3/4 മീറ്ററൊക്കെ മതിയാവും കേട്ടോ. കാലുമണിക്ക് മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലേസ് നമ്മൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പിടിപ്പിക്കും കേട്ടോ. വേറൊരു പാൻറ്റുമ്മേ പിടിപ്പിച്ചിരുന്നതാണ് കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ വരിക. ഇതിങ്ങനെ ചുറ്റും നമ്മൾ പിടിപ്പിച്ച് കൊടുക്കും കേട്ടോ. വേണ്ട ഇങ്ങനെയാണ് വരിക. ഇത് ഈ അറ്റത്ത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഈ ലേസ് വാങ്ങുക, ഈ അറ്റത്ത് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക വേണ്ടു. ഇവിടെ ഇങ്ങനെ സൈഡ് അടിച്ചു കൊടുക്കുക വേണ്ടു കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ മോഡലാണല്ലോ ഇങ്ങനത്തെ ലേസും അടിയിൽ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള മോഡലുകൾ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. അപ്പോൾ ഇതൊരു രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതുമ്മേ നമ്മൾ ഈ ഒരു പാൻറ്റ് അളവ് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇത്രയൊന്ന് വെട്ടിയെടുക്കാം. ഇത് അധികം ലൂസായിട്ട് കിടക്കുന്നത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊരു ടൈറ്റായിട്ട് അടിയിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി. അപ്പോൾ നമ്മളിത് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുക്കാം. അത് നമ്മൾ പാൻറ്റിൻ്റെ അടിവശം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എത്ര വേണ്ടത് നമ്മൾ ആദ്യം ഒന്ന് അളന്ന് കൊടുക്കാം കേട്ടോ. എവിടെ നിന്നിട്ടാണ് തുടങ്ങേണ്ടതെന്ന് അവിടെ നമ്മളൊരു മാർക്കിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നീർത്തിയിടുക. ഇങ്ങനെ നീർത്തിയിട്ടിട്ട് നേരിട്ട് ഇങ്ങനെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് വേണം. ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകട്ടോ. ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോകണം ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുമ്പോൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കൊടുക്കാൻ വേണ്ടി കേട്ടോ. വേറെ ഉള്ളിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ അടിക്കാം കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒരു പണിയില്ല കേട്ടോ നമുക്കിത്. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ പാൻറ്റുമ്മയും ഇത് കുറച്ച് വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇറക്കം കുറച്ച് വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയാണ് നോക്കാം കേട്ടോ. നമ്മുടെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ നമ്മുടെ മോഡലായിട്ടൊരു പുതിയൊരു പാൻറ്റ് കിട്ടിയിട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നിസ്സാരം ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് ഇത്രയും എളുപ്പത്തിലൊരു പാൻറ്റും തയ്ക്കാം. നമുക്കിങ്ങനെ ഒരു ലേസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ പുതിയൊരു മോഡലായിട്ട് നമുക്ക് നല്ലൊരു പാൻറ്റും കിട്ടും കേട്ടോ. നമുക്കിത് വേറെ ടോപ്പുകൾക്കോ എന്തിനു വേണമെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ.